നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് തിരുവൈക്കത്തപ്പന്റെ പുത്രനായ ഉദയനാപുരത്തപ്പൻ കുടികൊള്ളുന്ന പുണ്യഭൂമിയിലാണ്. ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രവും കുടികൊള്ളുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള, ഒരുപാട് ഐതിഹ്യകഥകൾ പറയാനുള്ള ഒരു ക്ഷേത്രമാണിത്. ശിവപാർവതി പുത്രനായ, ദേവകളിൽ വെച്ച് ഏറ്റവും സുന്ദരനായ, ദേവസൈന്യാധിപനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഈ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. കോട്ടയം ജില്ലയിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായി ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രവുമായി പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കത്തപ്പന്റെ ദർശനം പൂർണ്ണമാവണമെങ്കിൽ പുത്രനായ ഉദയനാപുരത്തപ്പനെ കൂടി ദർശിക്കണം എന്നൊരു വിശ്വാസം ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ചേര രാജാവ് ഈ ദേശത്ത് ദേവിക്കായും ഇന്ന് കുമാരനെല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യസ്വാമിക്കായിട്ടും 2 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. എന്നാൽ കുമാരനെല്ലൂരിൽ മധുര മീനാക്ഷി ദേവി എത്തിച്ചേർന്ന് അവിടെയുള്ള ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്തു. തുടർന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവന്ന് ദേവിക്കായി പണിത ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. ഉദയനായകീപുരമാണ് ഉദയനാപുരമായി മാറിയത് എന്നും പറയപ്പെടുന്നു. ഉദയനാപുരത്തപ്പന്റെ മാതാവായ കുമാരനെല്ലൂരമ്മയ്ക്കായി ദീപാരാധനയോടനുബന്ധിച്ച് ഇവിടെ ഭഗവതി സേവ നടക്കാറുണ്ട് എന്നത് മേൽപ്പറഞ്ഞ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രം പൗരാണികതയുടെ എല്ലാ അടയാളവും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഭഗവാന്റെ വാഹനമായ മയിലിനെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം, ചെറിയ നടപ്പുര, വലിയ ബലിക്കൽപുര, ബലിക്കല്ല്, വാതിൽ മാടം എന്നിവ കടന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപമാണ്. കല്ലിൽ കൊത്തിയെടുത്ത വിശാലമായ ഈ നമസ്കാര മണ്ഡപത്തിന് നല്ല ഉയരമുണ്ട്. ശ്രീകൃഷ്ണ കഥകൾ ആലേഖനം ചെയ്ത കൊത്തുപണികളോടുകൂടിയ കൽത്തൂണുകളുള്ള ഈ വിസ്മയ നമസ്കാര മണ്ഡപത്തിൽ മുരുകവാഹനമായ മയിലിന്റെ പ്രതിമയുണ്ട്. ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപം. അതിബൃഹത്തായ കൊത്തുപണികളാൽ അലങ്കൃതമായ മുഖമണ്ഡപത്തോടുകൂടിയ ഇരുനില ചതുര ശ്രീകോവിലിൽ ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമി കിഴക്ക് ദർശനമായി പരിലസിക്കുന്നു. ഏകദേശം 4 അടിയോളം ഉയരമുള്ള ദിവ്യമായ വിഗ്രഹത്തിൽ ഉദയനാപുരത്തപ്പനായി കാർത്തികേയൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നു. ശക്തിയും ഊർജവും ധൈര്യവും പരമമായ ജ്ഞാനവും പകർന്നു തന്നുകൊണ്ട് വേലായുധൻ ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ഇഷ്ടഹാരമാണ് തുമ്പപ്പൂവിൽ തീർക്കുന്ന മാല. ഇഷ്ടകാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ വഴിപാടായി തുമ്പപ്പൂഹാരം ഭഗവാനായി സമർപ്പിക്കുന്നു. നിർമാല്യത്തിനു ശേഷം ഉദയനാപുരത്തപ്പന്റെ അഭിഷേകത്തിനുള്ള പാൽ കൊടുത്തയക്കുന്നത് അച്ഛനായ വൈക്കത്തപ്പനാണത്രേ. ബാലഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് എന്നും വാമൊഴികളുണ്ട്. ക്ഷേത്ര ശ്രീകോവിൽ പ്രൗഢഗംഭീരമായ അതിമനോഹരമായൊരു നിർമ്മിതി തന്നെയാണ്. നാലമ്പലത്തിനകത്ത് ഒരു ശ്രീകോവിലിൽ ദക്ഷിണാമൂർത്തി, ഗണപതി, ശ്രീ പാർവതി ദേവി എന്നീ പ്രതിഷ്ഠകളുണ്ട്. കുമാരനെല്ലൂരമ്മയ്ക്ക് ഭഗവതി സേവ ചെയ്യുന്ന സ്ഥലം നാലമ്പലത്തിനകത്ത് തന്നെയാണ്. അവിടെ അമ്മയെ സങ്കല്പിച്ച് വിളക്ക് തെളിയിച്ചു വെച്ചിട്ടുണ്ട്. വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരായ മേക്കാട്ടുമനയും ഭദ്രകാളി മറ്റപ്പള്ളി മനയുമാണ് ഈ ക്ഷേത്രത്തിലെയും തന്ത്രിമാർ. ക്ഷേത്രത്തിന് 4 ദിക്കിലും ഗോപുരങ്ങളുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തുള്ള അതിവിശാലമായ ക്ഷേത്രക്കുളത്തിലാണ് അഷ്ടമി ഉത്സവത്തിനോടനുബന്ധിച്ച് വൈക്കത്തപ്പന്റെ ആറാട്ട് നടക്കുന്നത്.
പഴനി ദണ്ഡായുധപാണിയെ തൊഴുതാൽ ലഭിക്കുന്ന ദർശനപുണ്യം ഈ ക്ഷേത്ര ദർശനത്തിലൂടെയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. പിതാവായ തിരുവൈക്കത്തപ്പൻ്റെ വൈക്കത്തഷ്ടമി മഹോത്സവം മകനായ ഉദയനാപുരത്തപ്പൻ്റെയും കൂടിയാണ്. അച്ഛൻ്റെയും മകൻ്റെയും ദേവസംഗമമാണ് വൈക്കത്തഷ്ടമിയെ ശ്രദ്ധേയമാക്കുന്നത്. വൈക്കത്തഷ്ടമി നാൾ രാത്രിയിൽ ഉദയനാപുരത്തപ്പൻ സർവ്വവിധ അലങ്കാരങ്ങളോടും കൂടി വൈക്കത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ച പ്രൗഢഗംഭീരമാണ്. ആർഭാടവും പ്രൗഢിയും സൂചിപ്പിക്കുന്ന ഉദയനാപുരത്തപ്പൻ്റെ പുറപ്പാട് എന്നത് പണ്ട് മലയാള ഭാഷയിൽ നിലനിന്നിരുന്നൊരു ശൈലി തന്നെയായിരുന്നു. ഉദയനാപുരത്തപ്പൻ്റെ പുറപ്പാട് അഷ്ടമി വിളക്കിലെ പ്രധാന ചടങ്ങാണ്. കേരളത്തിലെ ഏറ്റവും ഭാരവും മൂല്യവുമുള്ള തങ്കത്തിടമ്പാണ് ഉദയനാപുരത്തപ്പൻ്റേത് എന്ന് പറയപ്പെടുന്നു. വൈക്കത്തഷ്ടമിക്കും തൃക്കാർത്തിക വിളക്കിനും മാത്രമാണ് ഈ തങ്കത്തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. കിരീടം, തിരുവാഭരണം, വേൽ, അരപ്പട്ട, ചന്ദ്രക്കലകൾ എന്നിവ ധരിച്ച് സർവാഭരണ വിഭൂഷിതനായി ജഗൽ സാമ്രാട്ടായി ത്രൈലോക്യ സുന്ദരനായി ശിവപുത്രൻ എഴുന്നള്ളുന്നു. അസുര നിഗ്രഹത്തിനു ശേഷം വിജയശ്രീ ലാളിതനായി എത്തുന്ന പുത്രനെ സ്വീകരിക്കുവാൻ വ്യാഘ്രപുരാധീശനായ തിരുവൈക്കത്തപ്പൻ ശ്രീലകം വിട്ടിറങ്ങുന്നു. അച്ഛൻ്റെയും മകൻ്റെയും സമാഗമവും കൂടിപൂജയും കാണിക്ക സമർപ്പണവും അവസാനം രണ്ടുപേരും കൂടി പിരിയുന്നതുമൊക്കെ വൈക്കത്തഷ്ടമിയെ വേറിട്ടതാക്കുന്നു. കൂടിപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ തിരുവൈക്കത്തപ്പൻ്റെ മടിയിലിരിക്കുന്ന ഉദയനാപുരത്തപ്പൻ്റെ ദിവ്യദർശനം അതീവ അലൗകികമാണെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. രണ്ടുപേരും വിട പറയുന്ന ആ നിമിഷം ആനകൾ പോലും കണ്ണീർ പൊഴിക്കുമത്രേ. പ്രകൃതിയും തൻ്റെ ദുഃഖം ചെറിയ കണ്ണുനീർ തുള്ളികളായി കുഞ്ഞുമഴയായി പ്രകടിപ്പിക്കുമത്രേ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഭക്തജനങ്ങൾ വ്യസനത്തോടുകൂടി അടുത്ത വർഷത്തെ അഷ്ടമി മഹോത്സവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് ഈ ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും പിതാവും പുത്രനും തമ്മിലുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ സന്ദേശം കൂടി ഈ ഉത്സവം പങ്കുവെക്കുന്നു എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. വൃശ്ചികത്തിലെ രോഹിണിക്ക് ആറാട്ട് വരുന്ന 10 ദിവസത്തെ തിരുവുത്സവം ഇവിടെ ആഘോഷിക്കുന്നു. ഇതിനോട് അനുബന്ധിച്ച് കാർത്തികയ്ക്ക് വലിയ വിളക്ക് നടക്കുന്നു. കൃത്തികമാരുടെ പരിലാളനയേറ്റു വളർന്ന കാർത്തികേയന് കാർത്തിക വിശേഷമാണല്ലോ. കുംഭമാസത്തിലെ അഷ്ടമി നാളിലും ഉദയനാപുരത്തപ്പൻ വൈക്കത്തേക്ക് എഴുന്നള്ളാറുണ്ട്. തൈപ്പൂയം, സ്കന്ദഷഷ്ടി, ദേശവിളക്ക്, ചിറപ്പ് മഹോത്സവം എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട്. 5 പൂജയും 3 ശീവേലിയുമുള്ള ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ കോണിൽ ഭഗവാന്റെ കാവൽക്കാരനായ ഹിഡുംബന്റെ പ്രതിഷ്ഠയുണ്ട്. ഓലൻ എന്നൊരു പ്രത്യേക വഴിപാട് ഈ ക്ഷേത്രത്തിലുണ്ട്. വഴുതിനിങ്ങ, നെയ്യ്, ഇന്ദുപ്പ് എന്നിവ പ്രധാന ചേരുവകളായ ഈ നിവേദ്യം വയറുവേദനയ്ക്ക് അത്യുത്തമമാണ് എന്നാണ് വിശ്വാസം. ഇവിടെയും പ്രാതൽ വഴിപാടുണ്ട്. വൈക്കത്തപ്പന് പ്രാതൽ സമർപ്പിക്കുന്ന ഫലം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും എന്നൊക്കെ വിശ്വാസങ്ങളുമുണ്ട്. പഞ്ചാമൃതാഭിഷേകം, ക്ഷീരധാര, മുഴുക്കാപ്പ്, അർച്ചനകൾ എന്നിങ്ങനെ വേറെയും നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. കേരളീയ വാസ്തുശില്പശൈലിയുടെ ഉത്തമ ഉദാഹരണമായ ഈ ക്ഷേത്രം മനോഹരമായ ധാരുശില്പങ്ങളാലും സമ്പന്നമാണ്. ഉദയനാപുരത്തപ്പൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് എന്നാണ് വിശ്വാസം. തിരുവൈക്കത്തപ്പൻ്റെ പൊന്നോമനപുത്രനായ ഉദയനാപുരത്തപ്പൻ പരിലസിക്കുന്ന ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം അലൗകികമായ ദിവ്യാനുഭൂതികളാൽ സമ്പന്നമാണ്. ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും ഉദയനാപുരത്തപ്പൻ്റെ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ശിവപാർവതി പുത്രനായ സ്കന്ദൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഷഡാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും
സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഉദയനാപുരത്തപ്പ ശരണം. ഹര ഹരോ ഹര.